സൈന്യമുണ്ട്, ഒപ്പം തന്നെ കേരള പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഗ്രൂപ്പ് ഉണ്ട്, സന്നദ്ധ സേവകരുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, NDRF ഉണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പ്രദേശത്തിൽ ഇപ്പോൾ അപകടം നടന്നിരിക്കുന്ന പ്രദേശത്തിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും റോഡുകൾ കാണാൻ സാധിക്കും. ആളുകൾ താമസിക്കുന്ന മേഖലയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ അപകടം നടന്നതിന്റെ നേർ മുകൾ ഭാഗത്ത് റോഡുകൾ കാണുന്നുണ്ട്, മുകൾ ഭാഗത്ത് വീടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഏതായാലും ഇതിന്റെ ഒരു ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അങ്ങോട്ട് പടർന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഏതായാലും ഈ ഒരു മേഖല പൂർണ്ണമായി ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകൾ ഉൾപ്പെട്ട മേഖലയിൽ നിന്ന് താഴേക്ക് പൂർണ്ണമായും ഒഴുകി ഒലിച്ച് പൂർണ്ണമായി നശിച്ചിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പോൾ വനപ്രദേശമാണ്, മലയാണ്, ഒപ്പം തന്നെ വനപ്രദേശമാണ്, നിരവധി മരങ്ങളുള്ള മേഖലയാണ്. എന്നാൽ ഈ മേഖല ഈ ഉരുൾപൊട്ടലിന് ശേഷം പൂർണ്ണമായി നമുക്ക് ഷംസീർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ചകൾ ഒരു മലയടിവാരത്തിൽ ധാരാളം സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ ആളുകൾ താമസിക്കുന്നു, വീടുകൾ അടുത്തടുത്തായി വീടുകൾ, അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ, അങ്ങനെ മനോഹരമായ ഒരു പ്രകൃതിക്ക് നടുവിൽ ജീവിക്കുന്നവരെന്ന് നമ്മൾ കരുതിയിരുന്ന ആളുകൾക്ക് മേലാണ് ഇത്ര വലിയൊരു ദുരന്തം വന്ന് പതിച്ചിരിക്കുന്നത്. ഹൃദയഭേദകമായ കാഴ്ചകൾ അവിടെ നിന്ന് കാണേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ആദ്യം നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങൾ, ഒരു കെട്ടിടം മേൽക്കൂര മാത്രമാണ് അവശേഷിക്കുന്നത്, അതിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിച്ചതിനെ തുടർന്ന് അവിടെ ഈ മേൽക്കൂര മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനം, അത് സൈന്യമടക്കം വളരെ വിജയകരമായ മേൽക്കൂര മാറ്റിയെടുക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞു. ഇനി അതിനകത്ത് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് കൂടെ പരിശോധിക്കുകയാണ്. അതിന് സമീപത്തായി നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ഷംസീർ പറഞ്ഞതുപോലെ ഈ തൊട്ടടുത്തടുത്തായുള്ള വീടുകളാണ്. അത് ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ അധികം കൂട്ടിയിരിക്കാം. കാരണം ഒരു അപകടമുണ്ടായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ പോലുമുള്ള ഒരു സമയം ഒരുപക്ഷെ കിട്ടിയിരിക്കാനുള്ള സാധ്യതയില്ല. അതിന് തലേ ദിവസമൊക്കെ പുറത്തേക്ക് പോയ ആളുകൾ മാത്രമാണ്. നോക്കുക, ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ നോക്കൂ, ഈ മണ്ണിൽ എത്ര പേർ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ള ആശങ്കയാണ് വരും മണിക്കൂറുകളിൽ നമ്മളെ അലട്ടാൻ പോകുന്നത്. കാരണം സൈന്യം ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്ന് തന്നെ പറയാം. ഈ പൊട്ടിക്കിടക്കുന്ന കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ മാറ്റിക്കൊണ്ട്, വീടിന്റെ മേൽക്കൂരകളൊക്കെ മാറ്റിക്കൊണ്ട് അതിനകത്തുള്ള ആളുകളെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതീവ ദുഷ്കരമായ ഒരു രക്ഷാ ദൗത്യത്തിലേക്ക് സൈന്യം ഈ മണിക്കൂറുകൾ കടന്നിരിക്കുന്നു. സന്നദ്ധ പ്രവർത്തകരുണ്ട്, NDRF സംഘമുണ്ട്, ഒപ്പം തന്നെ ഫയർഫോഴ്സ്, പോലീസ്, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഈ മണ്ണിൽ ഇനി എത്ര പേർ പുതഞ്ഞു കിടക്കുന്നുണ്ട്, എത്ര പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. കാരണം ഇനി ഹൃദയഭേദകമായ കാഴ്ചകൾ, അതിനുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇവിടെ നിന്ന് വരുന്നത് എന്ന് ഈ ദൃശ്യങ്ങൾ വ്യക്തമാവുകയാണ്. ഒരു വലിയ സ്വപ്നവുമായി ജീവിതം പടുത്തുയർത്തിയിരിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഒരു രാത്രി കൊണ്ട് അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് മണ്ണിൽ അലിഞ്ഞ് ചേർന്നിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, വൃദ്ധരുണ്ട്, അങ്ങനെ നിരവധി ആളുകൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ ജീവിതങ്ങളൊക്കെ ഇപ്പോൾ ഈ മണ്ണിൽ പുതഞ്ഞു കിടക്കുകയാണ്. രക്ഷപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് അതിലേറെ ഉള്ളു പൊള്ളിക്കുന്നത്. കാരണം ഉറ്റവരെയും ഉടയവരെയും കൺമുന്നിൽ നഷ്ടപ്പെട്ട, അവരെ രക്ഷിക്കാൻ പോലും ആകാതെ, കൈപിടിച്ചുയർത്താൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ആളുകൾ, അവരിവിടെ മാത്രമല്ല ഈ പ്രവാസ ലോകത്ത് നിന്ന് പോലും സ്വന്തം കുടുംബം ഇങ്ങനെ ദുരന്തമുഖത്തകപ്പെട്ട വാർത്തകൾ കേട്ട് നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരെ കൂടെ നമ്മൾ ഈ വാർത്തകളിലൂടെ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിദയനീയമായ, അതീവ ദുഃഖകരമായ, ഉള്ളു പൊള്ളിക്കുന്ന കാഴ്ചകളിലേക്ക് കൂടെയാണ് നമ്മൾ പോകുന്നത്. മുണ്ടക്കൈ ഭാഗത്തേക്ക് സൈന്യമെത്തി തെരച്ചിൽ തുടങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ്. പൊളിഞ്ഞടർന്ന് വീണ് കിടക്കുന്ന കെട്ടിടങ്ങൾ, പുതഞ്ഞു കിടക്കുന്ന ചളി, വൻമരങ്ങൾ കടപുഴകിയിരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിനിടയിൽ നിന്നൊക്കെ ഇനിയും എത്ര മനുഷ്യജീവൻ കണ്ടെത്താൻ കഴിയും എന്നുള്ള കാര്യമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും നമുക്ക് ആ വാർത്തകളിലേക്ക് തന്നെ വരാം. അതുമായി ബന്ധപ്പെട്ട മറ്റു ചില തുടർ വാർത്തകൾ കൂടിയുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇപ്പോൾ മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ രക്ഷാപ്രവർത്തനം വിലയിരുത്തുന്നു. ഒപ്പം തന്നെ ഇനി രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് തേടാം. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, ഓൺലൈനായാണ് യോഗം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്ന രീതി, ഇനി കൂടുതൽ അവലംബിക്കേണ്ട രീതികൾ, ഇതൊക്കെ തന്നെയായിരിക്കും പ്രധാനമായും യോഗത്തിൽ ഉണ്ടാവുക. അതിന്റെ തീരുമാനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? ജെസ്സി, 9:30 കൂടി മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേരും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട
അല്ലെങ്കിൽ ഒരു ഒറ്റ അജണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത് തന്നെ ഈ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനവും തുടർ നടപടികളുമാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ഫീൽഡിലുള്ള മന്ത്രിമാർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും. അവരിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സംബന്ധിച്ച തീരുമാനത്തിലേക്ക് മന്ത്രിസഭ യോഗം കടക്കുക. അതിനുശേഷം ഒരു പ്രത്യേക യോഗം കൂടി വിളിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന യോഗമാണ്. അതും ഓൺലൈനിലാണ് നടക്കുക. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫീൽഡിൽ അടക്കം നടപ്പിലാക്കേണ്ട കാര്യങ്ങൾക്ക് രൂപം നൽകാൻ കൂടിയാണ് ആ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഏതായാലും കേരളം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ദുരന്തം, ആ ദുരന്തത്തെ ഇനിയുള്ള മണിക്കൂറുകളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതടക്കമുള്ള സുപ്രധാനമായ തീരുമാനങ്ങളാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവുക. ഇവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലായിരിക്കും ആലോചിക്കുക. ഇപ്പോൾ തിരച്ചിൽ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലുമായിരിക്കും ശ്രദ്ധ കൊടുക്കുക. നിലവിൽ ചികിത്സയിലുള്ളവരുടെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഇതിനായിരിക്കും ഇന്ന് രൂപം നൽകുക. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് തിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യെസ്, എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് തിരിക്കുന്നുണ്ട്. അതിനു മുൻപ് 9:30 ഒരു മന്ത്രിസഭാ യോഗം ഓൺലൈനായി നടക്കുന്നുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ, ഇതുവരെ സ്വീകരിച്ച കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്നിപ്പോൾ നടക്കുക എന്ന് കൂടെ മനസ്സിലാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ദുരന്ത മുഖത്ത് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഈ മഴക്കെടുതി നേരിടാൻ ആവശ്യമായ ഫണ്ട് യഥേഷ്ടം ഉപയോഗിക്കാമെന്നുള്ളതാണ്.